ഈ തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിൽ ചാണ്ടി ഉമ്മൻ ആസ്വദിച്ചത് എന്താ ശരിക്കും? അല്ല, നമ്മുടെ ക്യാമ്പയിൻ എല്ലാ ഇലക്ഷനും എനിക്ക് വളരെ സന്തോഷം നൽകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സമയം അതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ജനങ്ങളോടൊപ്പം ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹെൽത്ത് റിക്കപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞ ഒരു വ്രതം പോലെയുള്ളൊരു സമയം അല്ലേ? നോമ്പ് പിടിക്കുന്ന പോലെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു നോമ്പ് പിടിക്കുന്നത് തന്നെ. ഓക്കെ. ഈ ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെ പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ ഒന്നും അധികം ചാണ്ടി ഉമ്മൻ്റെ കണ്ടില്ല. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. കുട്ടിക്കലാശം ഇല്ല. അതിൻ്റെയൊക്കെ ചിലവ് എടുത്ത് ഒരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ളതാണ് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് അറിഞ്ഞു. ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി? ശരിക്കും പറഞ്ഞാൽ ആ ഐഡിയ എല്ലാവരും പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. അങ്ങനെ എല്ലാവരും ശ്രമിച്ചാൽ ഒരു പരിധിവരെ നന്നുവും. അതിനിടയിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ചാണ്ടി ഉമ്മന് ശക്തനായ എതിരാളി ഇല്ലാത്തത് കൊണ്ട് ചെയ്തതല്ലേ എന്ന്. യഥാർത്ഥത്തിൽ അതല്ലേ കാരണം? അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്ലെക്സിലും പോസ്റ്ററും ഞാൻ ആവശ്യത്തിനധികം ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പായപ്പോൾ ഞാൻ ഇതൊരു യുദ്ധമായി മാറുക. ഇപ്പം എൻ്റെ പേരിലൊരു യുദ്ധം വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചതാണ്. തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ അങ്ങ് അവിടെ ഒന്ന് കുറയ്ക്കുക. നമ്മുടെ ഐഡിയോളജിക്കലായിട്ട് കോമ്പറ്റീഷൻ ഒക്കെ, നമ്മുടെ ആശയം പ്രചരിപ്പിക്കുന്നതൊക്കെ, പിന്നെ ഈ ഫ്ലെക്സിൻ്റെ പേരിൽ വഴക്ക്, പോസ്റ്ററിൻ്റെ പേരിൽ വഴക്ക്, അങ്ങനെയുള്ള ഒരു അതുകൊണ്ടാണ് കൊട്ടിക്കലാശം ഒഴിവാക്കിയതിന് ഒരു കാരണം ഇത് തമ്മിലുള്ള സ്പർദ്ധ, എൻ്റെ പേരിലൊരു സ്പർദ്ധ ഉണ്ടാവണ്ടായെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കിയതാണ് എനിക്ക് തോന്നുന്നു. അതിനുശേഷം CPM BJP ആക്രമിച്ചു. ഇവിടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ BJP ആക്രമിച്ചു. അവിടെ തർക്കമുണ്ടായി, വഴക്കായി. ഇന്നലെ രാത്രി വീണ്ടും ആക്രമിച്ചിരിക്കുക. അപ്പം ഇവിടെ ഈ കൊട്ടിക്കലാശം ഫൈനലി ഒരു അക്രമത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ തീരുമാനം ശരിയാണെന്നുള്ളത് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കും.